താലിബാനും ഇന്ത്യയുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഒഫീഷ്യലി ഇല്ല. പക്ഷെ അൺഒഫീഷ്യലി ബാക്ക്ഡോർ ടോക്സും ഇന്ത്യൻ പ്രസൻസും ശരിക്കുമുണ്ട് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ, അതായത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ. അപ്പോൾ ചോദ്യം ഉണ്ടാകും, എങ്ങനെയാണ് ഇങ്ങനെ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്കറിയാം ബലോച്ച് ലിബറേഷൻ ആർമി ഈ പലതും വിഘടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പിനെ ഒന്നാക്കിയത് കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഒന്നാക്കിയെടുത്ത്, അതിൻ്റെ പിറകിൽ പോലും ഇന്ത്യൻ ഏജൻസാണ് കളിച്ചിരിക്കുന്ന ഗെയിം. എങ്ങനെയാണ് ഈ താലിബാനുമായിട്ട് ഇത്ര ബന്ധമുണ്ടായത്? താലിബാൻ്റെ ഏറ്റവും വലിയ ശത്രു ഇന്ന് അമേരിക്കയല്ല, മനസ്സിലാക്കുക. താലിബാൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇന്ന് പാകിസ്ഥാനാണ്. എന്തൊരു ഗെയിം പ്ലാനാണ് ഇന്ത്യ കളിച്ചിരിക്കുന്നത്, മനസ്സിലാക്കുക. അതാണ് ഗെയിം പ്ലാൻ. എങ്ങനെയാണ് ഇത്ര വലിയ ശത്രുതയായത്? നിങ്ങൾക്കറിയാം, പാകിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് വിങ്ങുണ്ട്. അത് പാകിസ്ഥാൻ്റെ അകത്ത് കയറി അഴിഞ്ഞാടുകയാണ്. അവരുടെ പട്ടാളവും അവിടെയും ഇവിടെയും പല പേഷവാറും പല സെക്ടറിൽ പല റീജിയൻ്റെ അകത്ത് അവിടെ പട്ടാളത്തിന് അടുക്കാൻ പറ്റത്തില്ല, അവരെ കയറി ഭരിക്കുന്നത് പോലും. പിന്നെ അവരെ സഹായിക്കാനായിട്ട് മറ്റൊരു ഗ്രൂപ്പ്, അടുത്ത ട്രൈബൽ ഗ്രൂപ്പ് ഈ പാകിസ്ഥാൻ താലിബാൻ്റെ കൂടെ, രണ്ടും സുന്നികൾ തന്നെ. എങ്ങനെയാണ് ഇന്ത്യ ഇത് ഓപ്പറേറ്റ് ചെയ്തത്? മനസ്സിലാക്കുക, രസകരമായ സംഭവമാണ്. ഇവിടെയൊക്കെ പാഠം പഠിക്കേണ്ടത് പാകിസ്ഥാനാണ്. ഈ ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള അറ്റാക്കും, ഇന്ത്യയിൽ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ പാകിസ്ഥാനിൽ പച്ച ലഡു വിതരണം ചെയ്തവന്മാരാണ് ഇവർ. ആലോചിച്ച് നോക്കുക, ഇന്ത്യൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടപ്പോൾ CRPF എന്തോ ആഹ്ലാദമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനിൽ. ഓരോ ഇൻസിഡൻറ്റും ഇതൊക്കെ സോഷ്യൽ മീഡിയ വരുന്നുണ്ടെങ്കിൽ കാണുന്നതല്ലേ. അവരെ അന്ന് മുതലാണ് ബേസിക്കായിട്ട് ഇന്ത്യ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. അതായത് കൗണ്ടർ തിരിച്ചടിക്കുക, ഇവിടുന്ന് അങ്ങോട്ടല്ല, പക്ഷെ മറ്റുള്ള ആൾക്കാരെ ഉപയോഗിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സീനിയർ ഓഫീസർ, റിട്ടയർഡ് ഓഫീസറാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങൾ വിവരിച്ചു തന്നു. ഈ താലിബാൻ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും ഡിമാൻഡുള്ളത് ഈ മരുന്നുകളില്ല, മെഡിസിൻസ് കിട്ടുന്നില്ല, ഭയങ്കര ഷോർട്ടേജ്. കാരണം അമേരിക്ക വിട്ടുപോയി അവരിവിടെ ആരും ഇവർക്കൊരു മെഡിസിനും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ് ബാക്ക് ഡോറിൽ കൂടെ അവിടെ മെഡിസിൻ എത്തിച്ചു. അതായത് നിങ്ങൾക്കറിയാം, പല രീതിയിലുള്ള മെഡിസിൻ, പല സംഭവങ്ങളുണ്ട്, അത് ഫ്രീ ആയിട്ടാണ് എത്തിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അവർക്ക് ഭക്ഷ്യക്ഷാമം നേരിട്ടു ഭയങ്കരമായിട്ട്, ഗോതമ്പിൻ്റെയും മറ്റു പലതും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബാക്ക് ഡോറിൽ കൂടെ അതും കൊടുത്തയച്ചു. അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായി, അവിടെ ഹെൽപ്പ് ചെയ്തു. അവർക്ക് എന്തൊക്കെയാണ് എമർജൻസി ആയിട്ട് ആവശ്യമുണ്ടായിരുന്നത് അത് മുഴുവനും കൊടുക്കുന്നു. നേരത്തെ നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്ക ഈ താലിബാനുമായിട്ട് ഈ ടോക്സ് മീഡിയേറ്റ് ചെയ്യുന്നത് ഈ ഖത്തർ ത്രൂ ആയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. പക്ഷേ ഇന്ന് താലിബാനുമായിട്ട് ടോക്സ് നടന്ന് ഇന്ത്യക്കാർ അമേരിക്കയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിന് വേണ്ടി. അവിടെ ഇന്ത്യൻ അസറ്റുകളുണ്ട്. നേരത്തെ അമേരിക്ക വന്ന സമയത്ത്, ഈ താലിബാൻകാർ പോയ സമയത്ത് ഇന്ത്യ ശരിക്കും അവിടെ എസ്റ്റാബ്ലിഷ് റോഡ്, അത് ഇന്ത്യൻ അസറ്റ് ശരിക്കും ഉണ്ട്. ഇന്ത്യൻ ബിസിനസ്സുകാരവിടെ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി. അതിനെ പൂർണ്ണമായിട്ടും താലിബാൻ സപ്പോർട്ട് ചെയ്ത് തൊടാൻ പറ്റത്തില്ല. അതുമല്ല, ഇന്ത്യക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. ഇന്ത്യക്കാർ ബാക്ക് ഡോറിൽ കൂടെ ഇന്ത്യയോട് പറഞ്ഞ് അവിടെ സ്കൂൾ എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന് അവരുടെ നിയമം അനുസരിച്ച് കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ടോക്സൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതായത് തന്നിട്ട് താലിബാൻ്റെ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ആ പേഷവാർ ആ സൈഡ് മുഴുവൻ പാകിസ്ഥാനിലോട്ട് കയറ്റി, അപ്പുറത്ത് ബലൂച്ചി കയറി അടിച്ചു. മനസ്സിലാക്കുക, പാകിസ്ഥാൻ്റെ വെടിയാണ് തീർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയാവുന്നത് സംഭവിച്ചത്, പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഏതെങ്കിലും രീതിയിൽ ബലൂച്ചുമായിട്ടും ഈ താലിബാനുമായിട്ട് സംസാരിച്ചിട്ട് പ്രശ്നം റിസോൾവ് ചെയ്യാൻ ആലോചിക്കുക. പാകിസ്ഥാൻ്റെ ഒരു ഗതികേട് നമ്മളെ പല ബോംബ് സ്ഫോടനം ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മുഴുവൻ അങ്ങ് ഇവിടെ ചെയ്തിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ അതിനനുകൂലമായിട്ട് ഒരാളെ പോലും യഥാർത്ഥ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കോൺഗ്രസ് ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം ഇന്ത്യ ഭരിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെത്താം
ഒരാളെത്ത അബദ്ധവശാൽ ആൾക്കാരെ പിടിച്ചതാണ്. ഇതിൻ്റെ യഥാർത്ഥ കോൺസ്പയർ ചെയ്ത ആൾക്കാരും ഈ സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ആൾക്കാരും എല്ലാം ഇന്നും പാകിസ്ഥാൻ. അവനും പേടി അവനെ എന്നാണ് ഇന്ത്യൻ ഏജൻസ് കൊല്ലുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാം. ഈ പാകിസ്ഥാൻ്റെ പേഷവർ ആ ഭാഗത്തൊക്കെ ഈ ഇന്ത്യയിൽ വന്ന് അക്രമം കാണിച്ചിട്ട് പോയവനെയൊക്കെ തൊലച്ചിരിക്കുന്നത്, അവിടെ പോയി വെടിവെച്ചവനെ കൊന്നിരിക്കുന്നത് ഇന്ത്യൻ ഏജൻസിന് വേണ്ടി ഈ ബലൂച്ചും അവിടുത്തെ താലിബാൻ പാകിസ്ഥാൻകാരാ. ഇത് വണ്ടർഫുൾ ഓപ്പറേഷനാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് മോദിക്ക്. അതായത് പാകിസ്ഥാൻ ഇവിടുന്ന് കംപ്ലീറ്റ് ഡിസെൻഗേജ് ചെയ്തു. കാശ്മീർ ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നു, ഇന്ത്യയിൽ ബോംബ് പൊട്ടിക്കാൻ വരുന്നു, അവന്മാരെ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം, അന്ന് പല പത്രങ്ങളിലൊക്കെ വന്ന് ഈ താലിബാൻകാർ നാളെ കാശ്മീരിലോട്ട് പിടിക്കാൻ പോവുക, അവരെ കൊണ്ട് പാകിസ്ഥാനിൽ കയറ്റി. അതാണ് അതിൻ്റെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വേൾഡ് കോൺഫ്ലിക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും പല രീതിയിലുള്ള അനാലിസിസും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് എങ്ങനെയാണ് കൗണ്ടർ ഇൻ്റലിജൻസ്, എങ്ങനെയാണ് ആംബുഷ് ചെയ്യുന്നത്, അപ്പോൾ ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നു, അവർ തിരിച്ചെങ്ങനെയാണ് അടിക്കുന്നത്, അത് വളരെ ഫലപ്രദമായിട്ട് ഉറപ്പായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അതിമഹത്തരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു ജാദവ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു 3-4 നേവി ഓഫീസേഴ്സിനെയൊക്കെ RAW ആയിട്ട് ഏജൻസുമായിട്ട് ഈ പാകിസ്ഥാൻ കയറി പിടിച്ചു. ഇതിനകത്ത് 4 പേരെ ആരും അറിയാതെ ഈ പാകിസ്ഥാൻ താലിബാൻകാരും ബലൂച്ചുകാരും ആ ജയിൽ അറ്റാക്ക് ചെയ്ത് റിലീസ് ചെയ്തു. പത്രങ്ങളിലൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പം ആ രീതിയിൽ പാകിസ്ഥാൻ്റെ അകത്ത് പ്രശ്നമുണ്ടാക്കാൻ, ഏത് രീതിയിൽ പ്രശ്നമുണ്ടാക്കാനും കഴിവുള്ള ഒരു മെക്കാനിസം ഇന്ത്യ ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ വിലയാണ് ഇന്ന് പാകിസ്ഥാൻ കൊടുക്കുന്ന ഹ്യൂജായിട്ടുള്ള വില. അതിൻ്റെ പ്രധാന ഷബാസ് ഷെരീഫ് പറയും, അയാൾ മരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ മുകളിലെത്തും. ഏത് എക്കണോമിക്കൽ ആ രാജ്യം അന്തഛിദ്രമാവുകയാണ്. അതായത് മനസ്സിലാക്കുക, വിഷം കൊത്തിയ പാമ്പിനെ കൊണ്ട് തിരിച്ച് വിഷമെടുപ്പിക്കുക എന്നൊരു സംഭവം നിങ്ങൾ കേട്ട് കാണും. ഈ പറയുന്ന മുസ്ലിം ഗ്രൂപ്പുകളെ കൊണ്ടും ഈ റംസാൻ മാസത്തിൽ അവനെ തിരിച്ചടിപ്പിച്ച്, കാരണം ഇവന്മാരധികം പൊട്ടന്മാരാ, കാരണം മതഭ്രാന്തി കയറി നടക്കുന്നവരാ, ഇവരെന്തും ചെയ്ത് കളയും. ഇത് മനസ്സിലാക്കേണ്ട കേരളത്തിലെ സുഡാപ്പികൾ, ഈ ആരാണിപ്പം പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ശത്രു? പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ശത്രു ആ രാജ്യത്തുണ്ട് ഉള്ളവർ തന്നെയാണ്. ആരാണ് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ശത്രു? സാക്ഷാ സുന്നി മുസ്ലിങ്ങൾ. എവിടുന്ന് എങ്ങോട്ടാ കാര്യങ്ങൾ പോയത്? ഇതാണ് ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യയോട് അതിക്രൂരമായിട്ട് എത്രയോ ആളുകളെ കൊലയ്ക്ക് കൊടുത്തു, എത്രയോ ആൾക്കാരെ ഇവരെ ഈ തീവ്രവാദത്തിലോട്ട് കൊണ്ടുപോയി, എത്രയോ ആളുകളെ മുസ്ലിങ്ങളായ പാവം പിടിച്ച ആൾക്കാരെ ഇന്ത്യക്കെതിരാക്കി ഇന്നും നേരെ തിരിഞ്ഞു പറയുകയാണ്. ഇതാണ് കരുത്തുള്ളൊരു ഭരണാധികാരി ഇന്ത്യ ഭരിച്ചാൽ വലിയ മാറ്റമാണ് സൊസൈറ്റിക്കും ആ രാജ്യത്തിൻ്റെ യൂണിറ്റിക്കും. പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ ത്രെറ്റ്സിനെ അടിച്ചങ്ങ് പൊളിച്ച് നാശമാക്കി കൊടുക്കും. ഇതാണ് നിങ്ങൾക്ക് ഈ താലിബാനും പാകിസ്ഥാനും ബലൂക്കുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, മനോഹരമായ അനാലിസിസും തിയറിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം മോദിയുടെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കുറച്ച് രാഹുൽ ഗാന്ധി പറയുന്നവരും ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നതിനൊക്കെ അന്തം വിട്ടിരിക്കണം എങ്ങനെയാണ് ഇന്ത്യ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള ഓപ്പറേഷൻ ഇന്ത്യക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. അവിടെ നിന്നൊക്കെ നമ്മൾ വിട്ടുമാറി. കാരണം എന്താ? ഇവിടെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. എങ്ങനെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ഹോക്കിയും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റും ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനനുകൂലമായിട്ട് പാകിസ്ഥാൻ ഫാനുകളുണ്ടായി, ഹോക്കി ഫാനുകളുണ്ടായി. അവരെ കൺവേർട്ട് ചെയ്ത് ആൻറ്റി ഇന്ത്യ ആക്കിയെടുത്തു. ആരാണ്? അതിനകത്ത് മികച്ച രീതിയിൽ പാകിസ്ഥാൻ ISIS റോളുണ്ട്. ഈ പറയുന്നത് മിനി പാകിസ്ഥാൻ്റെ അകത്ത് കേരളത്തിലെ ഇതിനൊക്കെ വ്യക്തമായ കൈകളുണ്ട്. അതിനൊരു അന്തം കുറിക്കാൻ വേണ്ടി മോദിക്ക് കഴിഞ്ഞത് പാകിസ്ഥാനെ ശിഥിലമാക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അത് അഭിനന്ദനാർഹം തന്നെയാണ്.
ഇതുമായിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.